ഞങ്ങളാണ് കരാട്ടെ മംസ്. ഞങ്ങളുടെ മക്കളാണ് കരാട്ടെ പഠിക്കുന്നതെങ്കിലും കരാട്ടെ എന്നുള്ള പേര് ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തു. ഇങ്ങനെയാണ് ഈ കരാട്ടെ മംസ് എന്നുള്ള ഗ്യാങ് ഉണ്ടായത്. ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഒരാളുടെ വീടിന്റെ ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടോ. നമ്മള് ആർക്കും വഴി അറിയില്ല, എല്ലാവരും ആദ്യമായിട്ടാണ് പോകുന്നത്. ആള് നമുക്കൊരു ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അത് പോരാണ്ട് വലിയൊരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഊഹത്തിൽ വെച്ച് പോവാൻ കേട്ടോ നമ്മളെല്ലാരും. വടകര ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ തൊട്ട് അമ്മയെ മുട്ടായി, അമ്മയെ വെള്ളം, അമ്മയെ കടല, അമ്മയെ സ്പ്രൈറ്റ് തുടങ്ങി. നിങ്ങൾ എവിടെ പോവാൻ ഡ്രസ്സ് മാറ്റി ഒരുങ്ങി നിന്നാലും അപ്പൊ ഓടണം, വീഴണം, ആ ഡ്രസ്സ് മാറ്റണം, പിന്നെ പുതിയൊരു ഡ്രസ്സ് ഇടണം. അങ്ങനെ ഈ ഓടി വീണ് കിട്ടിയ സമ്മാനം ഉണ്ടോ ഈ കയ്യിൽ കിടക്കുന്നത്. നമ്മളെന്തായാലും ഇതാ വടകര പഴയ ബസ് സ്റ്റാൻഡിൽ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്നാണ് ബസ് കയറി പോകേണ്ടത്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബസ്സിലേക്ക് കയറി ഇരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മുടെ കുറുമ്പയിൽ എന്ന് പറയും, അവിടെയാണ് കേട്ടോ അവളുടെ വീട് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് നടക്കാനുണ്ട് എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ കുറച്ചൊന്നും ആയിരുന്നില്ല, നല്ല രീതിയിൽ തന്നെ നടക്കാനുണ്ടായിരുന്നു. അവൾ അയച്ചെന്ന വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഈ പോസ്റ്റിൽ ഇങ്ങനെ ചെറിയ ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. സംഭവം നല്ല അടിപൊളി ലൊക്കേഷൻ ആയിട്ടോ. ഉള്ളിലേക്ക് മാറിയിട്ട് നല്ല വയലും ഒരു ചെറിയ കുളം. ഞാൻ അവിടെ എത്തിയപ്പോൾ ആഹാ കാണാൻ നല്ല രസമുണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തേ. ഓരോ കഥയും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കാണ്. ഇത്രയും ദൂരം നടക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നമുക്ക് ഓട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നടന്ന് അടുത്ത ലൊക്കേഷൻ എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടോ. പിന്നെ വഴി കൂടെ അങ്ങോട്ടേക്ക് കുറെ വണ്ടികളൊക്കെ പോകുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ റൂട്ട് തന്നെയാണ് കറക്റ്റ് എന്ന്. അങ്ങനെ ഇവര് മൂന്നാളതാ വേഗം കയറ്റം കയറുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും കയറ്റം കയറാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും കുത്തനെയുള്ള കയറ്റായിരുന്നു. അങ്ങനെ നടന്ന് ഒരുവിധം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവളിതാ സുന്ദരിയായി ഒരുങ്ങി നല്ല ധാവണിയൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 4:45 ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അവളോട് കുറച്ച് കത്തിയൊക്കെ അടിച്ച് നേരെ വീടിനകത്തേക്ക് കയറിയതാ. ഇതാണ് കേട്ടോ വീട്ടു പേര്, തപസ്യ എന്നാണ് കേട്ടോ പേര്. എല്ലാവർക്കും വീട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥലമൊന്നും വേസ്റ്റ് ചെയ്യാതെ നല്ല ഒതുങ്ങിയ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി വലിയ വീട്. ഈ ക്ലോക്ക് കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ലൊരു ആന്റിക് ടച്ച് ഒക്കെ വരുന്നത്, നല്ല ഭംഗിയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കയറി വീടൊക്കെ കണ്ട് പിന്നെ ഷെൽഫിൽ നോക്കുമ്പോൾ അവർക്ക് 2 കുട്ടികളാണ് കേട്ടോ ഉള്ളത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അപ്പോൾ 2 ആളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ കല്യാണ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ നമ്മൾ റൂമിനകത്ത് കയറിയിട്ട് വീണ്ടും അവിടെ നിന്നൊരു ഫോട്ടോ, ഒരു രസം. അപ്പോൾ ഇതാണ് ആരാധ്യ മോള്, നമ്മുടെ സുരഭിന്റെ മോളാണ് കേട്ടോ. ഭംഗിയുണ്ടായിരുന്നു ഒരുങ്ങിയിരിക്കുന്ന കാണാൻ. അങ്ങനെ നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് പോയത് കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ ഇത് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴാണ് ഒരു മാവ് പൂത്തിരിക്കുന്നത് കണ്ട്. ഇത്ര നേരത്തെ മാവ് പൂത്തുന്നൊക്കെ ഞങ്ങൾ കുറേ നേരം ചർച്ചയായിരുന്നു അവിടെ. അങ്ങനെ ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയത് ബാൽക്കണിയിലേക്കാണ് കേട്ടോ. ഇതാണ് ബാൽക്കണി. അങ്ങനെ ബാൽക്കണിയിൽ നിന്ന് വീണ്ടും 2 ഫോട്ടോസ് കൂടെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ താഴേക്കാണ് ഇറങ്ങിയത്. ഇത് നല്ല ഭംഗിയില്ലേ. വീടൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇത് സുരഭിയുടെ ഹസ്ബൻഡിന്റെ അമ്മയാണ് കേട്ടോ. ഇത് പെങ്ങളാണ്. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആരെയും അങ്ങനെ പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവളെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. വീടിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ വലിയൊരു പന്തലായിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ആക്കിയിരിക്കുന്ന ബൊഫേ ആയിരുന്നേ. നല്ല ബിരിയാണി ഉണ്ടായിരുന്നു, പൊറോട്ടയും ചിക്കൻ കുറുമയും ചപ്പാത്തിയും വെജ് കറിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയും ചിക്കൻ കുറുമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പൊറോട്ട വിട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം പൊറോട്ടയും ചിക്കൻ കുറുമയാണ് കേട്ടോ വാങ്ങിയത്. ഒരു പൊറോട്ടയെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് വേഗം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബിരിയാണി വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാനും മക്കളും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ ഞാൻ വേഗം പൊറോട്ടയും കുറുമയൊക്കെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ച് ചോറ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈകുന്നേരം ഫംഗ്ഷൻ ആയതുകൊണ്ട് അപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പൊറോട്ട കഴിച്ചതിന് ശേഷം കുറച്ച് ബിരിയാണിയും കൂടെ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ചപ്പാത്തി വാങ്ങിയില്ല കേട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് ചപ്പാത്തി കഴിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം കഴിച്ചേ. ഞാനൊന്നും പറയാനില്ല, നല്ല പൊരിച്ച കോയിന്റെ ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ടീച്ചറും മോളും ഒരുപാട് വൈകിട്ടാണ് കേട്ടോ വന്നത്. അവർക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടായിരുന്നു കേട്ടോ വന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ അങ്ങ് കൈ വീശി പോകാൻ പറ്റില്ലല്ലോ, നമ്മളുടെ ഒരു കൂട്ടുകാരിയല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെറിയൊരു സമ്മാനമൊക്കെ അവർക്ക് കൊടുത്തിട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറേ കഥകൾ പറയാനുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ഫോൺ വിളിക്കലും ഇല്ല, കാണലും ഇല്ല. വീട് പണി തുടങ്ങിയതിന് ശേഷം അവളെ മര്യാദയ്ക്ക് കാണാനേ കിട്ടലുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം ഡ്രൈവിംഗ് ക്ലാസ്സിലെ കഥയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കഥ പറഞ്ഞ് നേരം വൈകാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കഥ പറയൽ നിർത്തി. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ടീച്ചറും മോളും കാറിൽ വന്നതുകൊണ്ട് അവർ കാറിൽ തന്നെ പോയി. പിന്നെ ഞങ്ങൾ നടന്ന് വന്നതോടെ തന്നെ തിരിച്ചു ഫോട്ടോ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ നടന്ന് തന്നെയാണ് കേട്ടോ പോയത്. ഓണം ഫുഡൊക്കെ അടിച്ച് കയറ്റിയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാൻ വേണ്ടി. അങ്ങനെ വഴിയിൽ നിന്ന് ഒരു പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചെവിയിൽ വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നോട് ഈ പൂവല്ല വേണ്ടത്, ചെമ്പരത്തി പൂവാണെന്ന്. ഇങ്ങനെ നമ്മൾ ഒരുവിധം ബസ്സൊക്കെ കയറി വടകര ബസ് സ്റ്റാൻഡിലെത്തി. നമ്മളെ കോട്ടയ്ക്കൽ അറബിക് കോളേജ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 6:30 7 മണിയായി, 7:15 നമ്മുടെ ബസ് വന്നില്ല. ഇനിയും നിന്നാൽ പണി പാളുമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഓട്ടോ പിടിച്ച് നമ്മളെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ പൊരേ കൂടലിലെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.